രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സരിൻ പാർട്ടി മാറിയതും എന്നുള്ള നിലയ്ക്കാണ് വർത്തമാനങ്ങളൊക്കെ വന്നത്. പിന്നീട് രാഹുലിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു. അപ്പോഴും അതിനു മുന്നേ സരിൻ പറഞ്ഞിരുന്നു, നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് കാണാം എന്ന് പറഞ്ഞു. ആ കാണാം എന്നുള്ളതിൽ ഈ ഒരു കാര്യമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? സ്വാഭാവികമായിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിരുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ വരും വരായകളെ പറ്റി രാഷ്ട്രീയത്തിൽ എപ്പോഴും നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ച് നേതൃത്വത്തിനോട് പറയണം എന്നുള്ളതാണ് ഞാൻ അന്നും ഇന്നും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ സ്വഭാവ വൈകൃതത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ധാരണകൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ വിലയിരുത്തേണ്ടത് പാർട്ടിയാണ്, ഞാനല്ല. അത് വ്യക്തികളുടേതായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നമ്മുടെ ധാരണയുടെ പുറത്ത് തന്നെയാണ് നമ്മളത് അലർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ അലർട്ട് ചെയ്യാൻ, കോഷൻ ചെയ്യാനാണ് നമുക്കുള്ള സ്പേസ് ഉള്ളത്. അതിൽ തീരുമാനം എടുക്കേണ്ടവർ ആ തീരുമാനം അതുകൂടി കൺസിഡർ ചെയ്ത് എടുക്കണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരിക്കലും ഒരു വ്യക്തിപരമായ ഒരു ആരോപണമായിട്ട് അത് ഒരിക്കലും ആ സമയത്ത് പോലും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് ഉപയോഗിക്കപ്പെടേണ്ടതല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അത് രാഷ്ട്രീയമായിട്ടല്ല അത് ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടത്. അതും ഞാൻ എതിർ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. അത് ഒരു പാർട്ടിയുടെ ഇൻറ്റേർണൽ ഫങ്ഷനിങ്ങിലാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അവിടെ ഇത് ഒരാളിൽ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പുറത്തു വന്ന കഥകളുമായി ബന്ധപ്പെട്ടും അതിൻ്റെ എക്സ്റ്റെൻറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരാൾ, എത്ര പേർ എന്നുള്ളതൊക്കെ പരസ്പരം അവർക്കൊക്കെ അറിയാം. ഞാൻ മാത്രമായിട്ട് വീഴില്ല, വീഴുമ്പോൾ നീയും കൂടി എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണികളടക്കം നിൽക്കുന്നുണ്ട് ആ പാർട്ടിക്കകത്തുനിന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് അറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിടത്തോളം അതൊരു അത്തരത്തിലുള്ള സ്വഭാവ ഡീവിയേഷനുകൾ വകവെച്ച് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു ചൽത്തായ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും, ഹിന്ദിക്കാർ അങ്ങനെയാണ് അതിന് പറയുക. ചൽത്തായ കുച്ച് ബി ചൽത്തായ, നടന്നോട്ടെ, നടക്കട്ടെ, നടന്നപ്പം എന്താ, നടക്കരുതെന്ന് പറയാൻ അവിടെയൊന്നും ആരുമില്ല. കാരണം എല്ലാവർക്കും കൂടി വേണ്ടത് അധികാരമാണ്.